തന്നെ ഈ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീമാരുടെ വിഷയം അതിൽ എന്തെങ്കിലും പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ടോ? തീർച്ചയായും വളരെ നാടകീയമായ സംഭവങ്ങളാണ് ഛത്തീസ്ഗഡിൽ നടക്കുന്നത്. ഇപ്പോഴും ഇതിൽ വ്യക്തത വന്നിട്ടില്ല. എന്താണ് അവിടെ നടന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. അതിനിടയ്ക്ക് ഈ കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ, കാരണം ഒരു BJP വിരുദ്ധത, ഛത്തീസ്ഗഡ് ഭരിക്കുന്നത് BJP ആണ്, അതുകൊണ്ട് ഒരു BJP വിരുദ്ധത തുറന്നു കാണിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു അജണ്ട എന്ന് പറയുന്നത്. ആ അജണ്ടയിലൂടെയാണ് ഇവർ പോകുന്നത്. കൃത്യമായ വിവരങ്ങളൊന്നും ശേഖരിക്കാതെ ഇങ്ങനെ കന്യാസ്ത്രീകൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, അവരെന്തിനാണ് അറസ്റ്റ് ചെയ്തത്, അവർക്കെതിരെ എന്തിനാണ് ഇത്രയും വലിയ കുറ്റങ്ങൾ ചുമത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് BJP സർക്കാരിനെതിരെ വലിയ രോക്ഷം കൊള്ളുന്നതല്ലാതെ അവിടെ നടന്നത് എന്താണെന്ന് അന്വേഷിക്കാൻ ഇവരാരും തയ്യാറാകുന്നില്ല എന്നാണ് യഥാർത്ഥ വസ്തുത. ഇതിൽ ഇപ്പോൾ അനൂപ് ആന്റണി ഛത്തീസ്ഗഡിലെത്തി. അദ്ദേഹം സർക്കാരുമായും അവിടുത്തെ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുമായൊക്കെ സംസാരിച്ചു. സാഹചര്യം വളരെ എന്താ പറയുക, നമ്മളൊന്നും ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. അപ്പോൾ ആ സാഹചര്യം കൂടി കണക്കിലെടുത്ത് കൃത്യമായ അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമേ ഇതിന്റെ പൂർണ്ണമായ വിവരം പുറത്തു വരൂ. അതായത് ഇപ്പോൾ ചില കോണുകളിൽ നിന്ന് വരുന്നത് ഈ പെൺകുട്ടികളെ കന്യാസ്ത്രീകൾ തട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്തി, അതായത് ഈ മതം മാറ്റവുമായി ബന്ധപ്പെട്ട്. ഇത് 1968 അന്ന് കോൺഗ്രസ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ കോൺഗ്രസ് കൊണ്ടുവന്ന ഒരു നിയമമാണ് ഈ മതം മാറ്റൽ ഗുരുതര ശിക്ഷയാണ് എന്നുള്ളത്. ആരാണോ മതം മാറ്റുന്നത് അവർക്കെതിരെ പൊതുസമൂഹത്തിന് പരാതി കൊടുക്കാം എന്നുള്ളത്. 2006 അതിന്റെ അമെൻമെന്റ് കൊണ്ടുവന്നതും കോൺഗ്രസ് സർക്കാർ തന്നെയാണ്. ഈ കോൺഗ്രസ് സർക്കാരാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ കിടന്ന് വായ്ത്താളം അടിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു എന്താ പറയുക യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ജ്യോതി ശർമ്മ, ബജരംഗ് ദൾ പ്രവർത്തകയാണ്, അതിൻ്റെ നേതാവാണ്. അവർ ഈ പോലീസ് സ്റ്റേഷനിൽ ഈ കന്യാസ്ത്രീകൾ ഉൾപ്പെടെ ഇരിക്കുമ്പോൾ ഈ പെൺകുട്ടികളെ ശാരീരികമായി മർദ്ദിക്കുകയും അവരെ അടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ പുറത്തു വന്നു. അതുമായി ബന്ധപ്പെട്ട് ഇന്നൊരു ചാനൽ അവരുടെ ഒരു ബൈറ്റ് എടുത്തു. അപ്പോൾ അവർ പറയുന്നത്, ഞാൻ ഇനിയും അടിക്കും, ഇനിയും മർദ്ദിക്കും. മതം മാറ്റൽ അത് ഛത്തീസ്ഗഡിൽ നടക്കില്ല. മതം മാറ്റാൻ ആരെങ്കിലും ശ്രമിക്കുകയോ അതിന് പണം വാങ്ങി ആരെങ്കിലും കൂട്ടുനിൽക്കുകയോ ചെയ്താൽ അവരെ ഞങ്ങൾ വെറുതെ വിടില്ല. പൂർണ്ണമായി സ്വന്തം സമ്മതത്തോടു കൂടി മതം മാറിയാൽ നമുക്ക് പ്രശ്നമില്ല. പക്ഷേ നിർബന്ധിത മതം മാറ്റം, പണം വാങ്ങിക്കൊണ്ടുള്ള മതം മാറ്റൽ നടപടികൾ ഇതിവിടെ അംഗീകരിക്കില്ല. ഈ വന്ന പെൺകുട്ടികളിലെ ആധാർ കാർഡിലെ പേരും നെറ്റിയിലെ കുറിയും കണ്ടിട്ട് അവർക്ക് മനസ്സിലായി ഇവർ ക്രിസ്ത്യാനികളല്ല എന്ന്. അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ കൂടുതൽ ഇടപെട്ടത്. മാത്രമല്ല ഈ കന്യാസ്ത്രീകൾ ഇവർ ഈ ജ്യോതി ശർമ്മ എന്ന് പറയുന്ന സ്ത്രീ, ബജ്രംഗ് ദൾ നേതാവ്, അവർ ഈ പോലീസ് സ്റ്റേഷനിൽ കിടന്ന അക്രമം അല്ലെങ്കിൽ അവർ അവരുടെ പ്രതിഷേധം അറിയിക്കുമ്പോൾ ഈ കന്യാസ്ത്രീകൾ അവിടെ ഇരുന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറയുന്നുണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ മുഖ്യമന്ത്രി, അവിടുത്തെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദേവ് സായ്, അദ്ദേഹം പറയുന്നത് നാരായൺപൂരിൽ നടന്നത് ഗൗരവമേറിയ മനുഷ്യക്കടത്തും മതപരിവർത്തനവുമാണ്. തൊഴിൽ ദാനത്തിന്റെ മറവിൽ ആദിവാസി പെൺകുട്ടികളിലെ കുരുക്കിൽപ്പെടുത്തുക. അതായത് ഈ ഛത്തീസ്ഗഡിലെ കുറേ ഭാഗം എന്ന് പറയുന്നത് നക്സലൈറ്റ് അവർ പ്രവർത്തിക്കുന്ന മേഖലയാണ്. അത് പലപ്പോഴും ഈ പോലീസിന്റെ അധീനതയിലുള്ള സ്ഥലങ്ങളല്ല. അവിടെ ഏതൊക്കെ ജാതിയിൽ, ഏതൊക്കെ മതത്തിൽ, ഏതൊക്കെ ഇതിൽ പ്രവർത്തിക്കുന്നവരാണെന്നൊന്നും അറിയാൻ, കാരണം അങ്ങോട്ടേക്ക് സാധാരണ ജനങ്ങൾക്ക് പോലീസിന് പോകാൻ കഴിയാത്ത ഒരു ആദിവാസി മേഖലയാണ്. അപ്പോൾ അവിടെ ഉള്ളവരുടെ മതമൊക്കെ അറിയണമെങ്കിൽ കൂടുതൽ അന്വേഷണം നടത്തണം, കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ മാത്രമേ അറിയാവൂ. ഈ പെൺകുട്ടികൾ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ, ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുമ്പോൾ ഒരു പുരുഷനാണ് ഇവരെ ഈ കന്യാസ്ത്രീകൾക്ക് കൈമാറുന്നത്. അപ്പോൾ കൈമാറിയിട്ട് ആഗ്രയിലുള്ള ഒരു ആഗ്രയിലേക്ക് കൊണ്ടുപോകാൻ ഇവർ പറയുന്നത് സഭയുടെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ വേണ്ടിയാണ് ഈ പെൺകുട്ടികളെ കൊണ്ടുപോകാൻ വന്നതെന്നാണ് പറയുന്നത്. അതിനുശേഷം ഈ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ചോദിക്കുന്നു. പ്ലാറ്റ്ഫോം ടിക്കറ്റില്ല. റെയിൽവേ പോലീസാണ് ആദ്യം FIR ഇടുന്നത് ഈ കേസിൽ. ഛത്തീസ്ഗഡ് പോലീസ് അല്ല, റെയിൽവേ പോലീസാണ് ആദ്യം ഈ കേസിൽ ഇടപെടുന്നത്, FIR ഇടുന്നത്. അപ്പോൾ തിരിച്ചറിയൽ കാർഡില്ല. തിരിച്ചറിയൽ കാർഡ് ചോദിക്കുമ്പോഴാണ് പിന്നീട് ബജ്രംഗ് ദൾ പ്രവർത്തകർ വരുന്നതും പ്രശ്നങ്ങളാകുന്നത്. നമ്മളിപ്പോൾ എന്താ പറയുക, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാണ് എന്നുള്ളതുണ്ട്. ഇവർ തിരിച്ചറിയൽ കാർഡ് കാണിക്കുന്നില്ല. മാത്രമല്ല ഇവരുടെ കയ്യിൽ ഈ പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട രേഖകളില്ല എന്ന് ആദ്യം പറയുന്നു, പിന്നീട് പറയുന്ന രേഖകളുണ്ടെന്ന്. ഇതിൽ പെൺകുട്ടികൾക്ക് 18 വയസ്സ് തികഞ്ഞവരാണോ അതോ പ്രായപൂർത്തിയാകാത്തവരാണോ എന്ന് വ്യക്തതയില്ല. ഇവർ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാണെന്ന് വ്യക്തതയില്ല.
ഇവരുടെ കുടുംബാംഗങ്ങൾ ആദ്യം പറയുന്ന കുടുംബാംഗങ്ങളുടെ ഇഷ്ടമില്ലാതെ ഇതിലൊരു പെൺകുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞ് കേസ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് അന്വേഷണം തുടങ്ങിയതെന്ന് പറയുന്നു. പിന്നീട് അത് അങ്ങനെ അല്ല എന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ കുറെ അവ്യക്തതകളുണ്ട്. ഇവർ ഏത് മതവിശ്വാസത്തിൽപ്പെട്ടവരാണ്? ഇവരെ നിർബന്ധിച്ച് മതം മാറ്റത്തിന് കൊണ്ടുവന്നതാണോ അതോ സഭയുടെ കീഴിൽ ജോലിക്ക് വന്നതാണോ? ഇവരെ കൈമാറിയ ഈ ചെറുപ്പക്കാരൻ ആരാണ്? എന്താണ് ഇവരും ഈ കന്യാസ്ത്രീകളും തമ്മിൽ ഈ ചെറുപ്പക്കാരും ഈ കന്യാസ്ത്രീകളും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇവർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഈ പെൺകുട്ടികളെ ഏറ്റുവാങ്ങുന്നതിന്റെ കാരണം എന്താണ്? ഇപ്പോൾ സഭയുടെ കീഴിൽ ജോലി ചെയ്യാനാണെങ്കിൽ ആ ജോലി സ്ഥലത്തല്ലേ നമ്മൾ കൊണ്ടാക്കേണ്ടത്? റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇവരെ കൈമാറേണ്ടതിന്റെ ഒരു ആവശ്യകത എന്താണ്? അങ്ങനെ കുറെ ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇതേ ഈ കോൺഗ്രസ് ഭരിക്കുമ്പോൾ തന്നെ ഛത്തീസ്ഗഡിൽ ഒരു ക്രിസ്ത്യൻസിന്റെ ഭൂരിപക്ഷമുള്ള ഒരു മേഖലയിൽ 2 ഹിന്ദു സന്യാസികളെ ഇതുപോലെ വലിയ രീതിയിൽ ക്രൂരമായി ഉപദ്രവിച്ച് കൊന്ന ഒരു സംഭവം നടന്നിട്ടുണ്ട്. അപ്പോൾ അന്നില്ലാത്ത പ്രശ്നങ്ങൾ, അന്ന് കൊണ്ടുവരാത്ത പ്രശ്നങ്ങൾ ഇപ്പോൾ BJP ന്യൂനപക്ഷങ്ങളെ തങ്ങളോടൊപ്പം അടുപ്പിക്കുന്നു എന്നുള്ള രീതി, ഈ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ BJPക്ക് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടുമോ എന്നുള്ള ഭയം, ഇതൊക്കെ വല്ലാതെ കേരളത്തിലെ മാധ്യമങ്ങളെ, കേരളത്തിന് പുറത്തുള്ള മാധ്യമങ്ങളെയല്ല കേരളത്തിലെ മാധ്യമങ്ങളെ വല്ലാതെ ഇടതുപക്ഷ മാധ്യമ പ്രവർത്തകരെയും വല്ലാതെ അസ്വസ്ഥരാക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഒരു മറുപടി ഇവർക്ക് തിരിച്ചു നൽകണം. അതിന് കിട്ടിയൊരു അവസരമാണ് എന്താ പറയുക, ഇപ്പോൾ പിണറായി വിജയൻ അമേരിക്കയിൽ പോയതും വീണ വിജയൻ്റെ എന്താ പറയുക കെട്ടിടം ഇടിഞ്ഞു വീണതുമൊക്കെ മറയാക്കിയത്, അതൊക്കെ മാച്ചു കളഞ്ഞത് ഗോവിന്ദചാമിയാണ്. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തോടെ നമ്മൾ വീണ വിജയനെ വിട്ടു, പിണറായി വിജയനെ വിട്ടു, നടന്ന അഴിമതികൾ കാര്യങ്ങളെല്ലാം മാറി നമ്മൾ ഗോവിന്ദചാമിയുടെ പുറകെ പോയി. ഗോവിന്ദചാമിക്ക് ശേഷം അടുത്ത് നമ്മൾ ഇതിലേക്കൊന്ന് കടക്കാമെന്ന് കരുതുമ്പോഴാണ് അടുത്ത് കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ ഈ പ്രശ്നം. അപ്പോൾ മൊത്തത്തിൽ ഒരു ശ്രദ്ധ തിരിപ്പ് എവിടെയൊക്കെ നടക്കുന്നുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങളിലേക്ക്. ഈ കേസിൽ അതായത് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ ഈ മതപരിവർത്തനം അല്ലെങ്കിൽ മനുഷ്യക്കടത്ത് നിയമവിരുദ്ധമാണെന്ന് നിയമമുള്ള സ്ഥലമാണ്. അവിടെ പോലീസിനും വ്യവസ്ഥാപിതമായ അന്വേഷണ സംഘങ്ങൾക്കും ഇതിൽ ഇടപെടാവുന്ന കേസാണല്ലോ. അവിടെ ഈ ബജ്രംഗ് ദൾ അത് അവർ സ്വയം പ്രഖ്യാപിത പോലീസ് ആകേണ്ട കാര്യം എന്താണ്? അല്ല, അവർ സ്വയം പ്രഖ്യാപിത പോലീസ് ആയതല്ല. ഇത് സ്റ്റേഷനിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ഇവർ ഇടപെട്ടിട്ട് ഇവരുടെ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോഴാണ് ഇവരുടെ കയ്യിൽ അതില്ല എന്ന് മനസ്സിലായപ്പോൾ ഈ പ്രവർത്തകർക്ക് മനസ്സിലായി ഇത് നിർബന്ധിത മതമാറ്റത്തിന് കൊണ്ടുവന്നതാണ്, അല്ലാതെ ഇത് ജോലിക്കൊന്നും അല്ല കൊണ്ടുവന്നെന്ന്. അങ്ങനെ ഇവർ തമ്മിൽ വാക്കുതർക്കമുണ്ടായി. യഥാർത്ഥത്തിൽ ബജറംഗ് ദൾ ഇതിലിടപെടേണ്ട കാര്യമില്ല. ഇവർക്ക് അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ അത് പോലീസിനെ അറിയിക്കാം. പ്രത്യേകിച്ച് നിർബന്ധിത മതപരിവർത്തനം എന്താ പറയുക നിലനിൽക്കാത്ത ഒരു സംസ്ഥാനം കൂടിയാണ് ഛത്തീസ്ഗഡ്. അപ്പോൾ സ്വാഭാവികമായും പോലീസിൽ പരാതി നൽകാം. ആ വഴിക്കാണ് ഇത് പോകേണ്ടത്. പക്ഷേ ഇവർ ഇതിൻ്റെ അകത്ത് ഇടപെട്ട ആളാവാൻ നോക്കി എന്നുള്ളതാണ്. ഈ ബജറംഗ് ദൾ ഇതിലിടപെട്ട ആളാവാൻ നോക്കി എന്നുള്ളതാണ്. പക്ഷേ അത്തരത്തിൽ ഒരു പ്രശ്നം സൃഷ്ടിച്ചത് കൊണ്ടാണ് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുന്നത്. അങ്ങനെ ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രേമലാലേട്ടാ, അതൊരു ആദിവാസി മേഖലയാണ്. ആദിവാസി മേഖലയിലുള്ള എത്രയോ പെൺകുട്ടികൾ ഒരുപക്ഷെ നിർബന്ധിത മതമാറ്റത്തിൽ പെട്ടിട്ടുണ്ടാകാം. എത്രയോ പേർ ഇപ്പോൾ സഭയുടെ കീഴിൽ നിർബന്ധിത മതമാറ്റം, കാരണം വീട്ടിൽ ജീവിക്കാൻ വകയില്ലാതെ വരുമ്പോൾ പണം കൊടുത്ത് ചിലപ്പോൾ മതം മാറ്റിയിട്ടുണ്ടാകാം. അതാണ് സാധ്യത. അതിനൊക്കെ എത്രയോ പേർ ചിലപ്പോൾ ഇതിലേക്ക് വന്നിട്ടുണ്ടാകും. അപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാതെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ മതം മാറിയവരുണ്ടാകും. അതൊക്കെ വളരെ വലിയ തെറ്റാണ്. കാരണം ഇവർക്കെതിരെ 10 വർഷത്തെ തടവാണ് ഇപ്പോൾ FIR-ൽ പോലീസ് ഇട്ടേക്കുന്നത്. അപ്പോൾ വെറുതെ പോലീസ് ഇടത്തില്ലല്ലോ, എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് കണ്ട് ബോധ്യപ്പെട്ടാലല്ലേ അവർ ഇത്രയും സെക്ഷൻസ് വകുപ്പുകൾ ചുമത്തി അവർ കേസിടൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ എന്തൊക്കെയോ നിഗൂഢതകളുണ്ട്, അത് ഉറപ്പ് തന്നെയാണ്. അത് പുറത്തു വരണം. അതിന് BJPക്ക് അനുകൂലമായാലും കോൺഗ്രസ് അനുകൂലമായാലും CPM-ന് അനുകൂലമായാലും ഛത്തീസ്ഗഡിൽ എന്താണ് നടക്കുന്നത് അത് കൃത്യമായി പുറത്തു വരിക തന്നെ വേണം.